തന്നെ വ്യക്തമാണ്. തൃശ്ശൂർ പൂരം വരും വർഷങ്ങളിൽ എന്തൊക്കെ വിസ്മയമാണ് നിങ്ങൾക്ക് ഒരുക്കുക. നമ്മൾ ബോൺ നത്താലയെ വരവേറ്റിട്ടുള്ളത്. അത് തൃശ്ശൂർ പൂരം കേരളത്തിൽ നൽകുന്ന ഒരു ബിസിനസ് ആഘോഷം നൽകുന്ന മറ്റൊരു മാറ്റൊരാഴ്ച കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ആഘോഷ വിസ്മയത്തിന് ആഘോഷരാവിനെ തുടക്കമിട്ടു. മികച്ച കാഴ്ച ഉറപ്പുവരുത്തണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ റൗണ്ടിൽ ഏറ്റവും ചേർന്ന് നിൽക്കുക. പക്ഷെ എത്രത്തോളം നിങ്ങൾ ചേർന്ന് വരുന്നു അത്രത്തോളം തന്നെ പാപ്പാമാർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തൃശ്ശൂർ പൂരത്തിന്റെ ഇന്ന് ബോൺ നത്താലയുടെ ഭാഗമായിട്ട് റൗണ്ടിൽ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണെന്നുള്ളത് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ കാത്തിരിപ്പിന് വിരാമമാവുന്നു. പാപ്പാമാർ ഓരോന്നായി വിസ്മയം ഒരുക്കുന്നതിന് വേണ്ടി ശക്തന്റെ സ്വന്തം ഗ്രൗണ്ടിൽ ആഘോഷത്തിന്റെ രാജവീതിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്നേഹപൂർവ്വം ആഘോഷാരവങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ സ്വീകരിക്കാം. ഏറ്റവും സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കട്ടെ. അതിനൊപ്പം തന്നെ നമ്മുടെ കാണികളും ഓരോ നിമിഷവും ഗ്രൗണ്ടിലേക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. വൈവിധ്യങ്ങളായിട്ടുള്ള 13ഓളം ഫ്ലോട്ടുകളാണ് ഈ വർഷത്തെ പ്രത്യേകത. റെഡി. ഇനി നിങ്ങളുടെ കഥകളിലേക്ക് ബോൺ നത്താലയുടെ ആഘോഷവും ആരവം എത്തുന്നൊരു സമയം കൂടിയാണ്. ബോൺ നത്താല 2K25 അതിന്റെ ആഘോഷം ഉയർത്തിക്കൊണ്ട് തന്നെ ബോൺ നത്താല സോങ് ഇനി നിങ്ങളിലേക്ക് എത്തും. സ്വയമേ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിന് ഏറ്റവും മികവുറ്റ കാഴ്ചവെക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സംഘാടകരായി കഴിവതും സഹകരിക്കണമെന്ന് ഏറ്റവും ഹൃദയമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഓരോ 15 മിനിറ്റ് ഇടവിട്ടാണ് ഡാൻസിംഗ് പാപ്പമാർക്ക് രീതികളിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന പ്ലോട്ടാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തോടുകൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. കൊൽക്കത്തയുടെ തെരുവീതിയുടെ പശ്ചാത്തലത്തിൽ ആതുര രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത് ആർദ്രതയോടുകൂടി സ്നേഹനിർഭരമായി സമൂഹത്തെ നോക്കി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ അതിരൂപതയിലെ ഏതാണ്ട് 130ഓളം ഇടവകകളിൽ നിന്നാണ് ഡാൻസിംഗ് പാപ്പമാർ ഇന്ന് സാന്റാക്ലോസുമാരുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 30-40 ഇടവകകൾ മാത്രമാണ് ഇതിനകം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. അതുകൊണ്ട് ദയവായി കാണികൾ വശങ്ങളിലേക്ക് മാറി നിൽക്കണമെന്നും സാന്റാക്ലോസുമാർക്ക് സുഗമമായി നടക്കുന്നതിനുള്ള ഡാൻസ് കളിക്കുന്നുള്ള സൗകര്യം ഒരുക്കി തരണമെന്നും വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയുടെയും തൃശ്ശൂർ പൗരാവലിയുടെയും നഗരവീതിയെ പുളകമണിയിച്ചുകൊണ്ട് വിസ്മയ കാഴ്ചയൊരുക്കിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. തലത്തിൽ കേവലം ചടങ്ങ് മാത്രമായി നടത്തിയ ബോൺ നത്താല പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ആത്മാഭിമാനത്തോടെ വിജയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങളായി തൃശ്ശൂരിന്റെ നഗരത്തിൽ തൃശ്ശൂർ പൂരത്തിലെ നാലാം പൂരത്തിലെ പുലിയിറങ്ങുന്നത് പോലെ തന്നെ
ക്രിസ്മസ് കഴിഞ്ഞ 2-ാം നാൾ 27-ാം തീയതി ക്രിസ്മസ് പാപ്പമാർ രാജ്യം ഭരിക്കുന്ന, നാട് ഭരിക്കുന്ന, നഗരം കീഴടക്കുന്ന കാഴ്ചയ്ക്ക് നാം എല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ കാഴ്ചക്കാരായതാണ്. ഏറ്റവും മനോഹരമായി, ഏറ്റവും അച്ചടക്കത്തോടുകൂടെ തൃശ്ശൂരിന്റെ ഒല്ലൂരിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ കെ രാജൻ, റവന്യൂ മിനിസ്റ്റർ, അദ്ദേഹവും നമ്മോടൊപ്പമുണ്ട്. ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ MLA-മാരും ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി ഉൾപ്പെടെ ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭൂരിഭാഗം MLA-മാരും ഈ പരിപാടി കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഇതിന്റെ സംഘാടകരായിട്ട് നമ്മോടൊപ്പമുണ്ട്. പുതുതായി തൃശ്ശൂർ കോർപ്പറേഷന്റെ ചുമതലയേറ്റ ആരാധ്യയായ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പ്രവേശിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ പ്ലോട്ടുകളും നിങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോഴും ഇനി എന്ത് നിങ്ങളുടെ ചോദ്യം അതിന് പിന്നീടുണ്ട്. കാരണം പിന്നെയും പുതുമകൾ തേടി വരുമെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ തന്നെയാണ്. സജീവിൽ ഒരു കൈത്താങ്ങായിട്ട് കൂടി മറ്റൊരു ശബ്ദമായി മാറാറുണ്ട് ഓരോ വർഷവും പോകുന്നുണ്ടാകും. അത് തന്നെയാണ് ഈ ആഘോഷത്തിനൊപ്പം മാറ്റക്കൊണ്ടുന്ന മറ്റ് ദൃശ്യ വിസ്മയമുണ്ടോ എന്നത് നമുക്ക് ധൈര്യമായി ചോദിക്കാനാവും. അത്രത്തോളം മഹനീയമായിട്ടുള്ള ദൃശ്യ വിസ്മയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് റോമൻ കൊളോസിയത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസൺ ആദ്യം നിൽക്കേണ്ടതില്ല. ഫ്ലോട്ട് മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങളും ദയവായി മൂവ് ചെയ്യേണ്ടതാണ്. കാണികൾ ഇരുവശങ്ങളിലേക്ക് പരമാവധി നിൽക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. അറിയുന്നതിനും വാമൊഴിക്കപ്പുറമത്തേക്ക് സ്വയമേ തിരിച്ചറിഞ്ഞ് മാറി നിൽക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ട് പാപ്പമ്മ ഫ്ലോട്ടിന് പുറകിൽ നീങ്ങണമെന്ന് വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ അതിരൂപതയിലെ 130ഓളം ഇടവകകളിൽ നിന്ന് 2025 ഡാൻസ് പെർഫോമൻസ് നടക്കുന്ന ഇടവകകൾക്കുണ്ടെന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇടവകകളുടെ എണ്ണത്തിനനുസരിച്ച് ഇടവകകളെ 5 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇടവകകളിലെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഇടവകയും ഓരോ മാറുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ആംബുലൻസ് ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. ദയവായി ഡാൻസിംഗ് പാപ്പമാരും കാണി അടുത്തൊരു ഡാൻസിനായിട്ട് ഡാൻസിംഗ് പാപ്പാസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന പാപ്പം ഒരുപക്ഷെ ഒരിക്കൽ കൂടി പിന്നെയും ആവേശം നിങ്ങൾ നിറച്ചുകൊണ്ട് തന്നെ ഡാൻസിംഗ് പാപ്പാസ് നിങ്ങളിലേക്ക് വരുത്തുകയാണ്. അതിനൊപ്പം തന്നെ ഏറ്റവും ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്ലോട്ടുകളും നമുക്കറിയാം ഓരോ വർഷവും പൊതുവേറിയ പ്ലോട്ടുകൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനന്ദത്തിരുന്നു യുവജനതയ്ക്കായി ആഘോഷമൊരു